ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻ സി പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? പ്ലാനിംഗ് കമ്മീഷൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്? ഓപ്ഷൻ എ ബീഗം ഹസ്രത്ത് മഹൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം? ഓപ്ഷൻ ബി പ്ലേഗ് ബോണസ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം പ്ലേഗ് ബോണസ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം? ഓപ്ഷൻ സി വിദ്യാപോഷിണി. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം വിദ്യാപോഷിണി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? ഓപ്ഷൻ എ 140. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ? ഓപ്ഷൻ ഡി CP ഗോവിന്ദപിള്ള. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം? ഓപ്ഷൻ ബി ചാന്നാർ ലഹള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ചാന്നാർ ലഹള. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഓപ്ഷൻ സി തലയ്ക്കൽ ചന്തു. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? തലയ്ക്കൽ ചന്തു. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്ര? ഓപ്ഷൻ എ 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്ര? 250 രൂപ. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി? ഓപ്ഷൻ എ ലാല ലജ്പത് റായ്. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി? ലാല ലജ്പത് റായ്. താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഓപ്ഷൻ ഡി രാഷ്ട്രപതി. താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ
അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? രാഷ്ട്രപതി. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം? ഓപ്ഷൻ എ ലാഹോർ. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ലാഹോർ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി 86. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86. തഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. തഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ 1ഉം 2ഉം ശരി. ശരിയായ പ്രസ്താവനകൾ: ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. കൂട്ടത്തിൽ ചേരാത്തതേത്? ഓപ്ഷൻ ഡി മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്? ഓപ്ഷൻ ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്? ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ്. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഓപ്ഷൻ എ ഗാട്ട്. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഗാട്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്? ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഓപ്ഷൻ ബി അമേരിക്ക. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? അമേരിക്ക. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി ഡെറാഡൂൺ. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ? ഓപ്ഷൻ ബി പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം? ഓപ്ഷൻ ഡി കുറിഞ്ഞിമല. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം കുറിഞ്ഞിമല. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം? ഓപ്ഷൻ ബി മേടം 1. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? ഓപ്ഷൻ സി മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്? ഓപ്ഷൻ ബി കല്ലടയാറ്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് കല്ലടയാറ്. മലനാട് ഇല്ലാത്ത ജില്ല? ഓപ്ഷൻ സി ആലപ്പുഴ. മലനാട് ഇല്ലാത്ത ജില്ല ആലപ്പുഴ. പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം? ഓപ്ഷൻ എ 2235 ചതുരശ്ര കിലോമീറ്റർ. പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? ഓപ്ഷൻ ഡി NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന
ദേശീയപാത NH 544. ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ. ഓപ്ഷൻ ബി കാൽബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ കാൽബൈശാഖി. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഓപ്ഷൻ സി പൂക്കോട് തടാകം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം പൂക്കോട് തടാകം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം. ഓപ്ഷൻ എ ജസ്പ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. ഇത് 2023 ചോദ്യപേപ്പറാണ്. അതനുസരിച്ച് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എന്നാൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. ഓപ്ഷൻ എ ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? ഓപ്ഷൻ ബി 12%. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? 12%. ചണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം. ഓപ്ഷൻ സി ഇന്ത്യ. ചണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി സ്വരാജ് ട്രോഫി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1-4 ശരി. ശരിയായ പ്രസ്താവനകൾ: സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? ഓപ്ഷൻ ബി 1, 2, 3 ശരി. ശരിയായ പ്രസ്താവനകൾ: 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-1990 കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ശരിയായ പ്രസ്താവനകൾ: 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഓപ്ഷൻ ഡി ഇസ്രായേൽ. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഇസ്രായേൽ. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഓപ്ഷൻ സി ഇംഗ്ലണ്ട്. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഇംഗ്ലണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഓപ്ഷൻ ഡി ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ആരുടെ നോവലാണ് വല്ലി? ഓപ്ഷൻ ഡി
ഷീല ടോമി. ആരുടെ നോവലാണ് വല്ലി? ഷീല ടോമി. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? ഓപ്ഷൻ ഡി കർണാടക. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടക. ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3, 4 ശരി. ശരിയായത് ജിമ്മി ജോർജ് വോളിബോള്, ബോബി അലോഷ്യസ് ഹൈജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ശരിയായത് ജിമ്മി ജോർജ് വോളിബോള്, ബോബി അലോഷ്യസ് ഹൈജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? ഓപ്ഷൻ ബി മാങ്ങ. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം മാങ്ങ. ഒരാഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം? ഓപ്ഷൻ എ മാംസബുക്ക്. ഒരാഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവിവർഗം മാംസബുക്ക്. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ജീവകം ഡി. ജീവകം ഡി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഡി. മനുഷ്യരിൽ അവസാനം മുളച്ചുവരുന്ന പല്ല് ഏതാണ്? ഓപ്ഷൻ സി ചവർണകം. മനുഷ്യരിൽ അവസാനം മുളച്ചുവരുന്ന പല്ല് ചവർണകം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്? ഓപ്ഷൻ ബി ഇരവികുളം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഇരവികുളം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത്? ഓപ്ഷൻ എ ടോക്കോഫെറോൾ. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ടോക്കോഫെറോൾ. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഓപ്ഷൻ ബി വെളുപ്പ്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? വെളുപ്പ്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് ഓപ്ഷൻ എ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ ഡി 5. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? 5. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി 1, 2 മാത്രം. വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 1 and 2 ശരിയാണ്. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ: ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി? ഓപ്ഷൻ സി വാലി ഫങ്ക്. ഗ്യാനിമിഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗ്യാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഓപ്ഷൻ എ വ്യാഴം. ഗ്യാനിമിഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗ്യാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? വ്യാഴം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുക്? ഓപ്ഷൻ എ പെൺ ഈഡിസ്.
ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുക്? പെൺ ഈഡിസ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻ സി AB രക്തഗ്രൂപ്പ് സാർവിക ദാതാവ്. സാർവിക ദാതാവ് O രക്തഗ്രൂപ്പാണ്, ഓർത്ത് വെച്ചോണം. സാർവിക ദാതാവ് O രക്തഗ്രൂപ്പാണ്. സാർവിക സ്വീകർത്താവാണ് AB രക്തഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് AB രക്തഗ്രൂപ്പ്. ഒന്നുകൂടെ പറയാം. സാർവിക ദാതാവ് O രക്തഗ്രൂപ്പ്, സാർവിക സ്വീകർത്താവ് AB രക്തഗ്രൂപ്പ്. തന്നിരിക്കുന്നവയിൽ ശരിയായവയാണ് കേട്ടോ, ശരിയായ ജോഡികളാണ്. DPT വാക്സിനാണ്. ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സയാണ്. അഡ്രിനാലിനൊരു ഹോർമോണാണ്. ഓക്കെ, അതും കൂടെ ഓർത്ത് വയ്ക്കുക. DPT വാക്സിൻ, ഡോട്ട്സ് ക്ഷയം, അഡ്രിനാലിൻ ഹോർമോൺ. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ K. മുറിവിൽ നിന്ന് അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ K. NSCO ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഓപ്ഷൻ ബി എയ്ഡ്സ്. NSCO ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? എയ്ഡ്സ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏത്? ഓപ്ഷൻ സി കോളറ. താഴെ കൊടുത്തിരിക്കുന്നവയിലെ ജലജന്യ രോഗം കോളറ. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ഓപ്ഷൻ ഡി കോർണിയ. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാകുന്നത്? കോർണിയ. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തതെല്ലാം. മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ: മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത. അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഓപ്ഷൻ ബി അർബുദം. അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അർബുദം. വിളർച്ച, അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു? ഓപ്ഷൻ ബി ഇരുമ്പ്. വിളർച്ച, അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു? ഇരുമ്പ്. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം, പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? ഓപ്ഷൻ ഡി 2008. കേരളത്തിൽ സാന്ത്വന പരിചരണ നയം, പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? 2008. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏത്? ഓപ്ഷൻ എ വൈറ്റമിൻ എയുടെ കുറവ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏത്? വൈറ്റമിൻ എയുടെ കുറവ്. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത്? ഓപ്ഷൻ ബി മെഡിക്കൽ കോളേജ് ആശുപത്രി. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി കേരളം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കേരളം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം BMI എത്ര? ഓപ്ഷൻ ഡി 18.5 മുതൽ 24.9 kg/m². താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം 18.5 to 24.9 kg/m². ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.